ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ ഈ ഒരു ആയുർവേദത്തിലുണ്ടോ? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റീസിന് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ന്യൂറോപ്പതി ആവാം, നെഫ്രോപ്പതി ആവാം, അങ്ങനെ എന്തും ആവാം. അപ്പോൾ അതുപോലെ കണ്ണിലുണ്ടാവുന്ന ഡയബറ്റീസിൻ്റെ ഒരു ഉപദ്രവമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് റെറ്റിന എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. ആ റെറ്റിനയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ്, ആ മൈക്രോ ബ്ലഡ് വെസൽസിന് ഉണ്ടാവുന്ന ഡാമേജ് ആണ് ഈ റെറ്റിനോപ്പതിയുടെ കാരണം എന്ന് പറഞ്ഞാൽ. അത് ഡാമേജ് ആയിട്ട്, ആ ബ്ലഡ് വെസൽസ് ഡാമേജ് ആയിട്ട് അതിൽ കൂടെ ഫ്ലൂയിഡും ബ്ലഡും ഒക്കെ ലീക്കാവും, അത് ബൾജ് ചെയ്ത് വരും, അത് ബ്ലോക്കാവും. ബ്ലോക്കായി കഴിയുമ്പോൾ അവിടേക്ക് രക്തോട്ടം ഇല്ലാതെയാവും. രക്തക്കൊഴൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ആ രക്തക്കൊഴൽ പോകേണ്ട ഭാഗത്ത് ഓക്സിജൻ ബ്ലോക്ക് വന്നിട്ട് ഓക്സിജൻ ബ്ലഡ് സപ്ലൈ കുറയും. അപ്പോൾ അവിടെ ഓക്സിജൻ കിട്ടാതെയാവും. അപ്പോൾ അവിടെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാവും. അതുണ്ടാവുമ്പോൾ അത് വളരെ ഫ്രജൈലായിരിക്കും, ഭയങ്കര പെട്ടെന്ന് ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള പുതുതായി ഉണ്ടായി വരുന്നത്. അങ്ങനെ കണ്ണിൽ ബ്ലീഡിങ് വരിക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പാത്തോഫിസിയോളജി. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പോകുന്നത് ഇങ്ങനെ കടന്നു പോയിട്ടാണ് അത് റെറ്റിനോപ്പതിയിൽ അവസാനിക്കുന്നത്. ഇതിന് 2-3 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഒരു ഘട്ടമാണ് NPDR, അതായത് തുടക്കം. അപ്പം അത്ര ബ്ലീഡിംഗ് ഒന്നും അങ്ങനെ അധികം വരില്ല. അടുത്ത ഘട്ടം ആകുമ്പോഴേക്കും PDR എന്ന് പറയും. ഇങ്ങനെ പിന്നെ അത് കൂടാതെ മാക്യുലോപ്പതി എന്നൊക്കെ പറഞ്ഞ് ഇതിന് 2-3 ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ഏറ്റവും പ്രധാനം. അതായത് നമുക്കിപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡയബറ്റീസ് ആണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിനെ പോയി കണ്ട് കണ്ണ് പരിശോധിക്കണം. വിഷനും ടെസ്റ്റ് ചെയ്യുക, അവർ കണ്ണിൽ മരുന്ന് വെച്ച് ഡയലേറ്റ് ചെയ്ത് റെറ്റിന പരിശോധിക്കും. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആളുകൾ ചെയ്യാറില്ല. പക്ഷെ അത് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ്. അത് അപ്പം തന്നെ നമ്മൾ ഡയബറ്റീസ് കൺഫേം ചെയ്ത ഡയഗ്നോസ് ചെയ്ത അപ്പം തന്നെ ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് കണ്ണും പരിശോധിക്കണം. ഒന്നും ഇല്ലായിരിക്കാം, വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല, ഹെൽത്തി റെറ്റിനയാണ്, ഓക്കെ. പക്ഷേ ഇയർലി നമ്മൾ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ടിൽ NPDR ഡയഗ്നോസ് ചെയ്യുന്നവരെ. അതായത് ഏർലി സ്റ്റേജ്, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഏർലി സ്റ്റേജാന്ന് പറഞ്ഞല്ലോ NPDR. ആ ഒരു ഘട്ടം കുറേ കാലം കഴിഞ്ഞിട്ടേ വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാ കൊല്ലവും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി NPDRലേക്ക് എങ്ങാനും കടന്നു എങ്കിൽ 6 മാസം കൂടുമ്പോൾ ആ ചെക്കപ്പ് ഫോളോ അപ്പ് എടുത്തുകൊണ്ടിരിക്കണം. കാര്യം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള എളുപ്പമുണ്ട്, വേഗം തന്നെ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഡയബറ്റീസ് ആണെന്ന് കൺഫേം ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിനെയും കണ്ട് നമ്മുടെ കണ്ണ് പരിശോധിക്കണം. കണ്ണിൽ അവർ മരുന്നൊഴിച്ച് ഡയലേറ്റ് ചെയ്തിട്ട് റെറ്റിന നോക്കും. റെറ്റിന ഹെൽത്തി ആണെങ്കിൽ ഓക്കെ, നമ്മൾ പക്ഷേ ഇയർലി ചെക്കപ്പ് നടത്തണം. NPDR എന്ന ഏർലി സ്റ്റേജ് കാണുന്നവരെ നമ്മൾ എന്തായാലും ഇയർലി ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം, ഡയലേറ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഏർലി സ്റ്റേജ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? വേണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ ബോഡിയിൽ നിലനിൽക്കുന്നിടത്തോളം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന റിസ്ക്കും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഡയബറ്റീസിനെ എപ്പോഴും അണ്ടർ കൺട്രോൾ ആക്കി വെക്കുക. അതിൻ്റെ മരുന്ന് പ്രോപ്പറായിട്ട് എടുക്കുക, എക്സസൈസ് കറക്റ്റായിട്ട് ഒരു 1 hour എക്സസൈസ് ചെയ്യുക, ഡയറ്റ് അത്രയും ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾഡ് ആണെങ്കിൽ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള ചാൻസസും വളരെ കുറവാണ്. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ തുടങ്ങിയവ സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. അതുണ്ടെങ്കിൽ വേഗം പ്രോഗ്രസ് ചെയ്ത് റെറ്റിനോപ്പതി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ആയുർവേദത്തിൽ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കണ്ണിനെ മാത്രമായിട്ടല്ല, നമ്മൾ ഹോൾ ബോഡീനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കതിന് പഞ്ചകർമ്മ തെറാപ്പീസ് ഉണ്ട്. ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കും, OP ബേസിസിലാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കും. അത് കൂടാതെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് സ്നേഹപാനം, അത് കഴിഞ്ഞ് ശോധനം എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പർഗേഷനോ അല്ലെങ്കിൽ എമിസിസോ, വമനം, വിരേചനം എന്നാണ് നമ്മൾ അതിനെ പറയുക. പിന്നെ മൂക്കിലൊക്കെ മരുന്നൊഴിക്കുന്ന നസ്യം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ സ്നേഹപാനം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹപാനം എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് ഗീ കഴിച്ച് ബോഡി കുറച്ചൊന്ന് അയവ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ എമിസിസോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ വമനം, ഛർദ്ദിപ്പിച്ച് ദോഷങ്ങളെ പുറത്തു കളയും, അല്ലെങ്കിൽ വിരേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്യുക, അണ്ടർ കൺട്രോൾ. അല്ലാതെ നമുക്കൊരു വയറിളക്കം അസുഖം വരുന്ന പോലെയല്ല, മെഡിസിൻ കൊടുത്ത്
കൺട്രോളിൽ നമ്മൾ അതിനെ ദോഷങ്ങളെ പുറത്ത് കളയും. അതിനുശേഷം മൂക്കിൽ മരുന്നൊഴിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നസ്യം. ഇങ്ങനെ തുടങ്ങി ശോധനയും നസ്യമൊക്കെ ചെയ്ത് ബോഡിയെ ഫിറ്റാക്കി അതിനുശേഷമാണ് കണ്ണിനും ട്രീറ്റ്മെൻറ്റ് പാരലലി നടക്കും. കണ്ണിൽ നമ്മൾ ധാര, അത് നമ്മൾ നോക്കിയതിന് ശേഷം, അല്ലാതെ ബ്ലൈൻഡ്ലി ആയുർവേദം എന്നുള്ള രീതിയിൽ മരുന്ന് കൊടുക്കുക അങ്ങനെയല്ല. നമ്മൾ പാരലലി നമ്മുടെ കണ്ണിൻ്റെ OCTയും ഫണ്ടസ് എന്നൊക്കെ പറയും, റെറ്റിനെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് അതിന് വേണ്ട മരുന്ന് കൊടുക്കുന്നത്. അല്ലാതെ അപ്പോൾ ആയുർവേദം കേൾക്കുമ്പോൾ അതിനകത്ത് ഇൻസ്ട്രുമെൻസോ നമ്മുടെ മോഡേൺ മെഡിസിനിലുള്ള പോലെ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ഇല്ല എന്ന് ആരും വിചാരിക്കേണ്ട. ഇന്നത്തെ കാലത്ത് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഏത് മെഡിസിൻ കൊടുക്കണം, എവിടെ ഏത് ഇൻ്റർവെൻഷൻ ചെയ്യണം എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ടസിൻ്റെ സ്റ്റാറ്റസും അതുകൂടാതെ OCTയിലെ എഡിമ, നീരെന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് കണ്ണിന് ധാര ചെയ്യാം. കണ്ണിന് പുറംപട എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് കണ്ണിൻ്റെ കൺപോളകളിൽ കണ്ണിന് ചുറ്റുമായിട്ട് മരുന്ന് വെക്കുന്നത്, പേസ്റ്റ് രൂപത്തിൽ മരുന്ന് നമ്മൾ തേച്ച് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിനെടുക്കുന്ന മരുന്ന് ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ണ് നോക്കിയിട്ടാണ്. കണ്ണിൻ്റെ ഉള്ളിൽ നീരുണ്ടെങ്കിൽ ചിലത് പറ്റില്ല, ബ്ലീഡിങ് ഉണ്ടെങ്കിൽ വേറെ ചിലത് വേണം, അങ്ങനെ നമുക്കതിന് നിയമങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് നോക്കിയിട്ട് നമ്മൾ പരിശോധിച്ച ശേഷം ആ മരുന്നുകളെ മാറുന്നുള്ളൂ. ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ തന്നെ, കണ്ണിന് ധാര ചെയ്യാം, പുറംപട ചെയ്യാം, പിന്നെ ഹോൾ ബോഡിക്ക് ഞാൻ പറഞ്ഞല്ലോ ശോധനയൊക്കെ ചെയ്യും. മൂക്കിൽ മരുന്നൊഴിക്കുന്ന നസ്യം എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ തർപ്പണം എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യ് ഇങ്ങനെ ഡാം പോലെ നമ്മളിങ്ങനെ കെട്ടി നിർത്തുന്നൊരു പ്രൊസീജിയറാണ്. ഇത് കുറച്ചും കൂടി പോപ്പുലറാണ് ഈ തർപ്പണം. അതായത് ഇപ്പോൾ ആയുർവേദ എന്തെങ്കിലും ഷോപ്പുകളുടെയോ അല്ലെങ്കിൽ ഈ കർക്കിടകത്തിൻ്റെയൊക്കെ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞ പരസ്യത്തിലൊക്കെ കൂടുതലും കാണുന്ന ഒരു പിക്ചറാണ്. കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ ഡാം പോലെ കെട്ടി നിർത്തി നെയ്യ് ഒഴിക്കുന്നത്. അത് കുറച്ചും കൂടി പോപ്പുലർ ആയതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആൾക്കാർ പാക്കേജ് പോലെയൊക്കെ 3 ദിവസത്തെ തർപ്പണം, 4 ദിവസത്തെ തർപ്പണം, 5 ദിവസത്തെ തർപ്പണം എന്നൊക്കെ പറഞ്ഞ് പാക്കേജുകൾ കാണാം. അത് അങ്ങനെ ഒറ്റയടിക്ക് പോയി ചെയ്യേണ്ട ഒരു സാധനമല്ല ഈ തർപ്പണം എന്ന് പറയുന്നത്. അത് അത്യാവശ്യം കുറച്ചൊരു ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് തർപ്പണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണിന്റെ ഉള്ളിലാണോ അതോ കണ്ണിന് ചുറ്റുമാണോ? കണ്ണിന്റെ ചുറ്റും നമ്മളൊരു ഡാം പോലെ ഒരു വോള് കെട്ടി നിർത്തിയിട്ട് കണ്ണ് തുറക്കും, കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഉള്ളിലേക്കും മെഡിസിൻ പോവും. നെയ്യാണ് കൂടുതലും ഉപയോഗിക്കുക, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യാണ് ഉപയോഗിക്കുക. അപ്പോൾ കണ്ണ് ചിമ്മുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അബ്സോർബ് ചെയ്ത് പോവും ആ മരുന്ന്. അപ്പോൾ ഇത്ര ഡ്യൂറേഷൻ ചെയ്യണം എന്നൊക്കെ അതിന് നിയമമുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ പാക്കേജ് പോലെ 3 ദിവസം 5 ദിവസം 7 ദിവസം അങ്ങനെ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് അല്ല. എഫക്റ്റീവ് അല്ല എന്ന് മാത്രമല്ല അതിന് കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അത് കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് തർപ്പണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ പഞ്ചകർമ്മ ശോധനമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, വമനം, വിരേചനം, ഇങ്ങനെ ശോധനമൊക്കെ ചെയ്ത് ബോഡിയെ ഒന്ന് അതിന് പ്രിപ്പയർ ചെയ്ത് അതിന് ശേഷം കണ്ണിൽ ചെയ്യുന്നതാണ് ഈ തർപ്പണമൊക്കെ. ഒറ്റയടിക്ക് പോയി 3 ദിവസത്തേക്ക് ചെയ്യേണ്ട അങ്ങനെ ചെയ്യുന്ന ഒരു ഇതല്ല. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും വെയിലത്ത് ഇറങ്ങാൻ പറ്റില്ല, പിന്നെ പുക, ചൂട് ഒന്നും കണ്ണിന് തട്ടരുത്. എത്ര ദിവസമാണോ തർപ്പണം ചെയ്തേ അത്രയും ദിവസം എങ്കിലും നമ്മൾ അതിന് പഥ്യം നോക്കേണ്ടതാണ്. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്രയും ദിവസമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് ജോലിക്കൊന്നും ആ സമയത്ത് പോകാൻ പറ്റില്ല. നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ ഈ പാക്കേജിൽ കാണുന്ന പോലെ പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുന്നതല്ല. പ്രായപരിധി ഉണ്ടോ ഈ ചികിത്സയ്ക്ക്? പ്രായപരിധി ഇല്ല. തീരെ ചെറിയ കുട്ടികളിൽ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി കോപ്പറേറ്റീവ് ചെയ്യണം. നെയ്യാവുമ്പോൾ അറിയാം, നെയ്യ് കണ്ണിൽ പോയാൽ ചെറിയൊരു നീറ്റലുണ്ടാവും. അപ്പം നമ്മൾ തീരെ കുഞ്ഞു കുട്ടികളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം സ്കൂൾ ഗോയിങ് പിള്ളേരിൽ പോലും നമുക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. കുട്ടികളിൽ പൊതുവെ ഈ അസുഖം വ്യാപകമായിട്ടുണ്ട്. അല്ല, ഡയബറ്റിക് റെറ്റിനോപ്പതി കുട്ടികളിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡയബറ്റീസ് തന്നെ 2 തരമുണ്ട്. ജുവനൈൽ ഡയബറ്റീസ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഈ ജുവനൈൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പറയുക ശരിക്കും 3 വർഷം കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നാണ്. കുട്ടികളിലും ഡയബറ്റീസ് ഉണ്ട്, പക്ഷേ അത്ര കോമൺ അല്ല. കൂടുതലും ഡയബറ്റിക് റെറ്റിനോപ്പതി കാണുന്നത് പ്രായമായവരിലാണ്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ മാത്രം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല തർപ്പണമൊക്കെ. ഇപ്പൊ കുട്ടികളിലാണെങ്കിലും റിഫ്രാക്റ്റീവ് എററിലും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. തർപ്പണം എന്ന് പറഞ്ഞ പ്രൊസീജിയർ
എല്ലാവരിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മരുന്ന് കണ്ടീഷൻ അനുസരിച്ച് മാറ്റുന്നു മാത്രം. ഇത് കുട്ടികളിൽ ഇപ്പോൾ വേറെ കണ്ടീഷനിലൊക്കെ തപ്പണം നമ്മൾ ചെയ്യും. പക്ഷേ തീരെ ചെറിയ കുട്ടികളിൽ നമുക്കിത് അനങ്ങാതെ വെച്ചുകൊണ്ടിരിക്കണം. ഈ ഡാം പോലെ നമ്മൾ മാവ് വെച്ച് കെട്ടുന്നതാണ്, ഉഴുന്ന് മാവ് വെച്ചിട്ടാണ് കെട്ടുക. അപ്പം അത് പിള്ളേരാകുമ്പോൾ അനങ്ങാതെ ഇരിക്കില്ല, തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട്. നെയ്യ് അവർക്ക് സഹിക്കാൻ പറ്റില്ല, നെയ്യിൻ്റെ ആ ഒരു നീറ്റലുണ്ടാവും, അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ തീരെ ചെറിയ കുട്ടികളിൽ നമുക്ക് പറ്റില്ല. അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്ന ഒരു 4-5 ആയ കുട്ടികളിൽ വരെ നമുക്ക് കുറച്ച് നേരമൊക്കെ ചെയ്യാം. പിന്നെ അത്രയും തർപ്പണമൊക്കെ ചെയ്യേണ്ട കണ്ടീഷനാണ്, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് നമ്മൾ ഉറ്റിച്ചു കൊടുക്കും. കെട്ടി നിർത്തേണ്ട അത്രയും എഫക്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളത് മരുന്ന് ഉറ്റിച്ച് കണ്ണിൽ ഡ്രോപ്സ് ആയിട്ട് ഉറ്റിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യും. കുറേ നേരമൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഡയബറ്റീസ് എന്ന് പറഞ്ഞ റിസ്ക് അവിടെ അസുഖം ബോഡിയിൽ നിലനിൽക്കുന്നിടത്തോളം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള റിസ്ക്കും അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഡയബറ്റീസിനെ എപ്പോഴും അണ്ടർ കൺട്രോളാക്കി വെക്കുക, അതിന് പാകത്തിനുള്ള ഫുഡ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അങ്ങനെ നമുക്കതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ആയുർവേദിക് മെഡിക്കൽ സപ്പോർട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് പോകാൻ പറ്റും.